റൗണ്ട് അബൌട്ട് ലെഫ്റ്റ്. റൗണ്ട് അബൌട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വെഹിക്കിളിന് പ്രിയോറിറ്റി കൊടുക്കുക, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മിക്ക റൗണ്ട് അബൌട്ടുകളും ചെറിയ റൗണ്ട് അബൌട്ടുകളായിരിക്കും. അതുകൊണ്ട് ആ ലൈനിൽ, യെല്ലോ ലൈനിലോ ലൈനുകളിൽ ഹിറ്റ് ചെയ്യാതെ നോക്കണം. എന്നിട്ട് റൈറ്റ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. വെൽ ഡൺ, യു ഡൺ പെർഫെക്റ്റ്ലി. നിങ്ങളുടെ ഡ്രൈവിംഗിലുടനീളം മിറേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മിറർ യൂസ് ചെയ്യുന്നത് നല്ല സമയങ്ങളിൽ യൂസ് ചെയ്യുക. നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് റൈറ്റ് ടേൺ ചെയ്യുമ്പോൾ ഒക്കെ ഇത് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, റൗണ്ട് അബൌട്ട് ഗോ സ്ട്രൈറ്റ്. ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ, പിന്നെ ലെഫ്റ്റ് സൈഡ് വെഹിക്കിളിന് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എൻറ്റർ ചെയ്യാനായിട്ട്. എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈനുകളിൽ ടച്ച് ആവാതെ, അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് റൈറ്റ് പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യുക. വെൽ ഡൺ, എക്സലന്റ് ഡ്രൈവിംഗ്. ടേക്ക് ദ നെക്സ്റ്റ് ടേണിംഗ് ഓൺ യുവർ റൈറ്റ്. മിറർ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിന്റെ സൈഡിലും ബേക്കിലുമുള്ള ഹസാർഡ്സ് മനസ്സിലാക്കുക. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. വാഹനം പൊസിഷൻ ചെയ്യുക. എന്നിട്ട് തിരിയുന്ന റോഡിലേക്കുള്ള ഹസാർഡ്സ് നോക്കി പ്രോപ്പറായിട്ട് ലൈൻ ടച്ച് ചെയ്യാതെ റൈറ്റിലോട്ട് ടേൺ ചെയ്യുക. വെൽ ഡൺ, എക്സലന്റ് ഡ്രൈവിംഗ്. The end of the road, I would like to turn right. മറ്റുള്ള റോഡ് യൂസേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആ സ്റ്റോപ്പ് ലൈനിൽ നിർത്തി ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുക, വാഹനം ഉണ്ടോ ഇല്ലയെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റൈറ്റിലോട്ട് തിരിയുക. വെൽ ഡൺ. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെഡസ്ട്രിയൻസ് അങ്ങനെയുള്ള ഹസാർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബ്രേക്ക് ഡൗൺ വെഹിക്കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്ത് ഫോർവേഡായിട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ റൈറ്റിലോട്ടാണ്, വൺ വേ റോഡാണ്, റൈറ്റിലോട്ട് മാത്രമേ പോകാൻ പറ്റൂ. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക, ലെഫ്റ്റ് നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. വാഹനം ഇല്ലെങ്കിൽ സ്പേസ്, പ്രോപ്പർ സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് റൈറ്റിലോട്ട് തിരിയാവുന്നതാണ്. I would like to park your car on the right. പാർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മിറർ ചെക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയാൽ അവിടെ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും ഒരേ ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ പാർക്ക് ചെയ്യുക. Well done. Move out from the parking. പാർക്കിങ്ങിൽ നിന്ന് വാഹനം നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തല തിരിഞ്ഞ് ബേക്കിലൂടെ വാഹനത്തിൻ്റെ ഫ്ലോ നോക്കുക. സേഫായിട്ട് നമുക്ക് ഒരു സ്പേസ് കിട്ടിയാൽ മാത്രം നിങ്ങൾ റോഡിലേക്ക് മൂവ് ചെയ്യുക. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വാഹനം സ്പേസ് ഒരു സേഫായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മാത്രമേ മൂവ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ടെസ്റ്റിൽ ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങൾ കൂടി പറയുകയാണ്. നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പറയുകയാണ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്, 1-2 മണിക്കൂർ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് എടുത്ത് തന്നെ പോവുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്ലാസ്സും ടെസ്റ്റും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ഒരിക്കലും ടെസ്റ്റ് എടുക്കരുത്. അതിനടുത്ത് വരുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് എടുക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെസ്റ്റിന് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം. Please follow me in TikTok and subscribe my YouTube channel.